റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബോധവൽക്കരണ പരിപാടി നടത്തി. പരിപാടിയിൽ സുരക്ഷിത ബാങ്കിംഗ് രീതികൾ, ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ഉപയോഗം, ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയാനുള്ള മാർഗങ്ങൾ, വിവിധ സർക്കാർ ബാങ്കിംഗ് പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിശദമായ അവബോധം നൽകി. അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും മൈം പ്രകടനവും അവതരിപ്പിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരും വ്യാപാരികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. ലീഡ് ബാങ്ക് മാനേജർ PT അനിൽകുമാർ സംസാരിച്ചു. RBI എല്ലാ വർഷവും ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ച സാമ്പത്തിക സാക്ഷരതാ വാരമായിട്ട് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വർഷവും ഇപ്പോൾ ഈ ഫെബ്രുവരി 2ാമത്തെ ആഴ്ച സാമ്പത്തിക സാക്ഷരതാ വാരമായി ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലീഡ് ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും നേതൃത്വത്തിൽ ജില്ലയൊട്ടാകെ ഏതാണ്ട് 25ഓളം പരിപാടികൾ നമ്മൾ പല പല സ്ഥലങ്ങളിൽ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഫ്ലാഷ് മോബിലൂടെയും മൈമിലൂടെയും ഇതുപോലെ തിരക്കുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി NSS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടു കൂടി ഇങ്ങനെയൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഇതിലൂടെ നമ്മൾ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ ദിവസം പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റി വായിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആളുകളെപ്പറ്റി ആൾക്കാർക്കൊരു ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ആ കൊടുത്ത് വെച്ചിരുന്ന ബാനറുകളിലെല്ലാം തന്നെ എന്തൊക്കെ രീതിയിലുള്ള തട്ടിപ്പുകളുണ്ട്, അതുപോലെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ ഫ്ലാഷ് മോബിനിടയിൽ കൂടി നടത്തിയ മൈമിലും അങ്ങനത്തെ 2-3 തീമുകളാണ് അവർ അവതരിപ്പിച്ചത്. നബാർഡ് DGM കവിത റാം, ലീഡ് ബാങ്ക് ജീവനക്കാർ, ജില്ലയിലെ സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാർ, കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പങ്കെടുത്തവർക്ക് ഗുണകരമായി. UTV ന്യൂസ്, പാലക്കാട്.